ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുള്ള ആ ഒരു കലത്തിൻ്റെ മൂടി അങ്ങ് തുറന്നപ്പോൾ നിറയെ ആവി കേട്ടോ. അപ്പോൾ ആ ഒരു പുകക്കിടയിലൂടെ തവി വെച്ചിട്ട് ഈ ഒരു കിഴങ്ങ് പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവരെന്ന് കമൻറ്റ് ചെയ്യട്ടോ, അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ നമുക്ക് ഈ കിഴങ്ങ് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഐറ്റം. പുറമേ നല്ല വയലറ്റ്, നല്ല പർപ്പിൾ കളർ, വാടാപ്പൂവിൻ്റെ കളറായിട്ടതാ നല്ല അടിപൊളിയായിട്ട് പറിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തള്ള ഭാഗം കേട്ടോ. അപ്പോൾ ആ വലിയൊരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞ് ഭാഗമൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണിത്. പിന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് വിത്തുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി അടുത്തൊരു നടീലിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി 2-3 തവണ ഉണ്ടാക്കാനുള്ളൊരു കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഒരു കവർ നിറയെ ഞാൻ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇരിക്കുന്നത് ഈ ഒരു ഐറ്റം അല്ല കേട്ടോ, അതൊരു മരത്തിൻ്റെ കഷ്ണമാണ്, കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും വലുപ്പത്തിലുള്ള ഈ ഒരു കിഴങ്ങ്, ഇതിൻ്റെ പേരറിയുന്നവരെന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കാവത്ത് എന്നൊക്കെ പറയും, ചില ഭാഗത്ത് കാച്ചിൽ, മറ്റെന്തൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നീലക്കാവത്താണ് കേട്ടോ അത്. ഇതിൻ്റെ ഉൾഭാഗം ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് പർപ്പിൾ കളറ് കിട്ടും. ഞാനത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് ഈ ഒരു സ്നാക്സിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് കല്ലിലോട്ട് ചെറിയ ചുമന്ന ഉള്ളിയില്ലേ അതും, അതുപോലെ നല്ല കാന്താരി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ചതക്കിയെടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് അടുപ്പൊക്കെ ഒന്നുകൂടെ കത്തിച്ച് കൊടുത്തിട്ട് അടുപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് നോക്കണം, നമ്മൾ അടിയിൽ പിടിക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്ട് വീണ്ടും ഇങ്ങനെ താഴെ വെച്ചിട്ടെടുക്കുന്ന ഇളക്കിയൊക്കെ നോക്കുന്നത്. പിന്നെ അധികം ഓവർ കുക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓവർ കുക്കായാൽ ഈ ഒരു ചട്നിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി സ്പൂൺ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ആ ഒരു തീയിലിങ്ങനെ, ചെറിയ തീയിലിങ്ങനെ കിടക്കട്ടെ. അപ്പോഴേക്കും ചട്നിയുടെ ബാക്കി ചതക്കൽ കൂടി കഴിഞ്ഞിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ചട്നി. സിമ്പിൾ ചട്നി, എല്ലാവർക്കും അറിയുന്ന ആ ഒരു ചട്നി തന്നെയാണ്. അപ്പോൾ അതിവിടെ തയ്യാറായിട്ടുണ്ട്. ബൗളിലോട്ട് മാറ്റി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്നി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഒരു കാവത്ത് പോയിട്ട് നോക്കാം കേട്ടോ. ഞങ്ങളിവിടെ കാവത്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പർപ്പിൾ കളറൊക്കെ അല്ലേ ചെറുതായിട്ട്. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഒരു കുക്ക് ഇതിന് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ ആ കലത്തിലിട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അലിയുന്ന രൂപത്തിൽ ഒരു ഓവർ കുക്കിങ് ആക്കിയെടുക്കുകയാണ്. പിന്നെ അതിലോട്ട് തേങ്ങ ചിരകിയിട്ടിട്ട്, മോൾക്കിപ്പോൾ എരിവൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അതിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുക, അല്ലെങ്കിൽ അല്ലാണ്ടും കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുക്ക് ചെയ്തൊരു ഐറ്റം മക്കൾ, ഹസ്ബൻഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. എരിവ് ഇത്തിരി കൂടി, കാന്താരി ഒന്നുകൂടെ ഞാൻ ചതക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ വരുന്നവർ ടാറ്റാ ബൈ.